നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ ചില വിഡ്ഢിത്തരങ്ങൾ, അത് വിഡ്ഢിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചില മഹാകാര്യമാണ് എന്ന് കരുതി അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവനും ജീവിതവും അവതാളത്തിലാക്കുന്നു. അവന്റെ കുടുംബജീവിതം താറുമാറാക്കുന്നു. അവന്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊന്നും ആലോചിക്കാതെ ആർക്കൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ എന്തൊരു മഹത്കാര്യമാണ് ചെയ്യുന്ന മട്ടിൽ ചില കാര്യങ്ങൾ അടിച്ചുവിടുന്ന കാണുമ്പോൾ സത്യത്തിൽ എന്തിനാണ് ഇവറ്റകളെയൊക്കെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുന്നത് എന്ന് തോന്നിപ്പോകും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എല്ലാവരും അതിനകത്ത് പെടും. കാരണം അദ്ദേഹമാണല്ലോ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയേണ്ടി വരുന്നത്. എന്നാൽ ഇതേ മോദി മന്ത്രിസഭ ഈ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോ കേരളത്തിലൂടെ കടന്നു പോകുന്ന NH-66 ടോള് കൊടുത്തിട്ടായാലും എന്തായാലും കുറച്ച് കാശ് കൊടുത്താലും വേണ്ടില്ല, വളരെ പെട്ടെന്ന് കേരളത്തിന്റെ തെക്ക് വടക്ക് പോകാൻ ഭാഗത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം വന്നല്ലോ, കേരള സർക്കാർ സ്ഥലമെടുത്ത് കൊടുത്താലും അല്ലെങ്കിലും. അതുപോലെ ഇന്ത്യയിലെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള വികസനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായി വന്നിട്ടുണ്ട്. സംഗതിക്ക് ശരിയാണ്. എന്നാൽ മറുവശത്ത് മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന, ജാതീയമായിട്ട് തമ്മിലടുപ്പിക്കുന്ന, വർഗീയമായിട്ട് തമ്മിലടുപ്പിക്കുന്ന ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തോലച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളും ഇതേ സർക്കാർ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. അതിനു പുറമെയാണ് അശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന ചില പദ്ധതികൾ, വളരെ മോശം പദ്ധതികൾ. ഇപ്പൊ നമുക്കറിയാം, ഒരു നോട്ട് നിരോധനം. ഒരു ദിവസം രാത്രി 8 മണിയായപ്പോ പെട്ടെന്നൊരു ബോധോദയം വന്നിട്ട് 500ന്റെ 1000 നോട്ടുകൾ നിരോധിച്ചത്. എത്ര വലിയ ഒരു അപകടമാണ് അതിനുശേഷം നമ്മുടെ രാജ്യത്തുണ്ടായത്. പിന്നോട്ടടിച്ചില്ലേ? നമ്മുടെ സകല കച്ചവടങ്ങളും സകല സാമ്പത്തിക സ്ഥിതികളും എല്ലാം പിന്നോട്ടടിച്ചതാണ്. ഒരു ബോധവും പൊക്കണവുമില്ലാതെ ചെയ്തത്, കള്ളപ്പണത്തിന്റെ പേര് പറഞ്ഞിട്ട്. എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? നിരോധിക്കപ്പെട്ടു എന്ന് പറയുന്ന എല്ലാ നോട്ടുകളും റിസർവ് ബാങ്കിലേക്ക് എത്തുകയും ചെയ്തു. വേറെ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായതുമില്ല. കുറെ ജീവിതം തൊലഞ്ഞു, കുറെ ജീവനും തൊലഞ്ഞു എന്നല്ലാതെ, കുറച്ചൊരു ബുദ്ധിമുട്ടി എന്നല്ലാതെ എന്താ? സ്വന്തം അക്കൗണ്ട് കിടക്കുന്ന കാശ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ജനം വലഞ്ഞെന്ന് ചിന്തിക്കണം. അതൊന്ന്. അതുപോലെ ഒരു പുതിയ ഒരു പരിഷ്കാരം കൊണ്ടുവന്നേക്കാണ്. ആ പരിഷ്കാരം എത്രത്തോളം ജനദ്രോഹപരമാണെന്ന് ചിന്തിക്കണം. എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ വരുമ്പോൾ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്താണ് ഗുണമുള്ളത്, എന്താണ് ദോഷമുള്ളത്, ഒരു പഠനം നടത്തണ്ടേ? ഇത് എവിടെയൊക്കെ ബാധിക്കും? നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് നടപ്പിലാക്കുമ്പോഴത്തേക്ക് അത് ജനജീവിതത്തെ ദുസ്സഹമാക്കുമോ, വെളുക്കാൻ തെച്ചത് വെള്ളപ്പാണ്ടാവോ ഒന്ന് ചിന്തിക്കണ്ടേ? ഇപ്പോ ഗഡ്കരിന്റെ കുടുംബക്കാരന് വേണ്ടിയിട്ടോ മകന് വേണ്ടിയിട്ടോ മരുമകന് വേണ്ടിയിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. E20 പെട്രോളും E85 പെട്രോളും ഒക്കെ നടപ്പിലാക്കുന്നത് സത്യത്തിൽ അതുപോലെ തട്ടിപ്പാണ്, ശുദ്ധമായ തട്ടിപ്പാണ്. അവരുടെ ഇത് വലിയ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് ഹരിത പെട്രോൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആലോചിച്ച് നോക്ക്, ഒരു 2015 വാഹനങ്ങൾ, 13, 14, 15 വാഹനങ്ങളിലേക്ക് ഇത് സാധനം എത്തിക്കാൻ പറ്റും? പറ്റില്ല. ടാങ്കുകൾ കേടുവരുന്നുണ്ട്. പെട്രോൾ വണ്ടികളിൽ സ്കൂട്ടറിന് ടാങ്ക് 10-15,000 കിലോമീറ്റർ വരുന്നതിന് മുമ്പ് ഏതൊക്കെ വഴിയിലൂടെ പെട്രോൾ കടന്നു പോകുന്നുണ്ടോ ആ വഴിയൊക്കെ ദ്രവിച്ച് നാശമായി പോവാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ആൽക്കഹോൾ പ്രശ്നമാണ്, പഞ്ചസാര പ്രശ്നമാണ്. പണ്ട് നമ്മളൊക്കെ ചെയ്തിരുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വൈരാഗ്യം മൂത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഒരുത്തിനോട് വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ പെട്രോൾ ടാങ്കിൽ കുറച്ച് പഞ്ചസാര വാരിയിടും. അവൻ പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കും. കുറെ കാലം കഴിയുമ്പോൾ അവന്റെ വണ്ടി കേടുവരും, തുരുമ്പെടുത്ത് അവിടെ ഇവിടെയൊക്കെ നാശമാകും. ഇതായിരുന്നു ഒരു പരിപാടി. ആരും പെട്രോളിൽ വാഹനം കേടുവരുത്താൻ വേണ്ടി പഞ്ചസാര വാരിയിടണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സർക്കാർ തന്നെ നേരിട്ട് അതിനകത്ത് പഞ്ചസാര വെള്ളം കലക്കി ഒഴിക്കുകയാണ്, പെട്രോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട്, അല്ലേ, മിക്സ് ചെയ്തിട്ട്, എന്നിട്ട് കൂടിയ വിലയ്ക്ക് അങ്ങോട്ട് വിൽക്കുകയും ചെയ്യും. തട്ടിപ്പാണ്. വാഹനം കേടുവരുത്താൻ വേണ്ടിയിട്ട് വാഹന മുതലാളിമാരിൽ നിന്ന് കോടികൾ വാങ്ങി ഇവിടുത്തെ പഞ്ചാര മില്ല് അവരുടെ നിന്നും കോഴകൾ വാങ്ങി ഏതാനും ചിലർക്ക് വേണ്ടിയിട്ട് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വഞ്ചനയാണ് ഈ മത്സ്യബന്ധന അല്ലെങ്കിൽ കാർഷിക മേഖലയെ തകിടം മറിക്കുന്ന മറ്റൊരു ഉത്തരവാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ. വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരു ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹപരവും തികച്ചും വിഡ്ഢിത്തം നിറഞ്ഞുമായിട്ടുള്ള പുതിയ ഇന്ധന വിതരണ ഉത്തരവ്. ആ ഒരു നയം നിങ്ങൾ ആലോചിക്കണം. കുമരകം പോലെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് ആഞ്ഞടിക്കുന്ന ജനരോഷം എത്രയാണ് എന്നുള്ളത്. കുപ്പിയിലും കന്നാസിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പാത്രങ്ങളിൽ പെട്രോൾ കൊടുക്കാൻ പാടില്ല. എന്തൊരു കഷ്ടമാണ്. ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ അഗ്നിജ്വാലയിലാണ് ഇന്ന് തീരദേശം മുഴുവൻ. പമ്പുകളിൽ നിന്ന് കന്നാസുകളിലോ കുപ്പികളിലോ പെട്രോളും ഡീസലും നൽകരുത് എന്നുള്ള അത്യന്തം ക്രൂരവുമായിട്ടുള്ള അപ്രായോഗികമായിട്ടുള്ള കേന്ദ്ര ഉത്തരവ് താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് മേൽ വീണിട്ടുള്ള ഒരു ദുരന്തം, ആ കനത്ത പ്രഹരം, അത് എത്രത്തോളമാണെന്ന് മേലാവിലിരുന്ന് ഉത്തരവിടുന്ന ഇവർ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? എയർ കണ്ടീഷൻ മുറിയിലിരുന്നിട്ട് ജനങ്ങളുടെ പച്ചയായ ജീവിതം കാണാതെ നിർമ്മിക്കുന്ന ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ കാരണം മത്സ്യബന്ധനം, കൃഷി, ടൂറിസം
ഇത്തരത്തിലുള്ള മേഖലകളെ പൂർണ്ണമായിട്ട് തകർത്ത തരിപ്പണമാക്കുകയാണ്. കാര്യം ഈ മേഖലയിൽ നിന്നാണല്ലോ നമ്മുടെ ജീവിതവും ജീവനവും ഒക്കെ നിലനിൽക്കുന്നത്. രാജ്യത്തെ ഊട്ടി വളർത്തുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഒന്നടങ്കം പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ഒരു കിരാത നടപടിയാണ്. ആ നടപടിക്കെതിരെ ഒരൊറ്റ ഒരുത്തനും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ലെവലിലുള്ള ഒന്നും മിണ്ടുന്നില്ല. കുറെ പാവങ്ങൾ മാത്രം ഇവിടെ നിന്ന് ഈ ഒക്രോ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ആരും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അത് മിണ്ടാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കായലോര മേഖലയായിട്ടുള്ള കുമരകം പോലെയുള്ള സ്ഥലങ്ങൾ, മത്സ്യബന്ധന തുറമുഖങ്ങൾ, നൂറുകണക്കിന് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ വള്ളങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ കഴിയാതെ കരയ്ക്കിരുന്ന് കണ്ണീരൊഴുക്കുന്നത്. തങ്ങളുടെ ജീവനോപാധിയായി വള്ളങ്ങളുമായി ദൂരെയുള്ള റോഡരികിലെ പമ്പുകളിലേക്ക് നേരിട്ട് ചെന്ന് ഇന്ധനം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് അപ്രായോഗികമാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. പരമ്പരാഗതമായിട്ട് കന്നാസുകളിൽ ഇന്ധനം വാങ്ങി വള്ളങ്ങളിൽ നിറച്ച് പൊളിച്ച തന്നെ കായലിലേക്ക് പോകുന്ന ഇവരുടെ ഏക പോംവഴിയാണ് ഈ കേന്ദ്രത്തിലുള്ള ഈ വിവരം കെട്ട ഭരണാധികാരികൾ ഒരൊറ്റയടിക്ക് അടിച്ച് തുടച്ചു കളഞ്ഞത്. ഈ ക്രൂരമായ നിരോധനം കാരണം അവരുടെ ഉപജീവന മാർഗം അത് പൂർണ്ണമായും തടസ്സപ്പെട്ട് കുട്ടികൾക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിരവധി കുടുംബങ്ങളാണെന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പട്ടിണിയുടെ നിഴലിലായിരിക്കുന്നത്. കാര്യം അവർക്ക് അവരുടെ വള്ളം ഏറ്റിക്കൊണ്ട് പെട്രോൾ പമ്പിൽ പോകാൻ പറ്റും. തൊഴിലാളിയുടെ വിയർപ്പിനും അന്നത്തിനും വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടത്തിന് ഇത്രയും ജനദ്രോഹപരമായിട്ടുള്ള ഒരു തീരുമാനം അവർക്ക് മാത്രമേ ഇങ്ങനെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയുള്ളൂ. സമാനമായിട്ടുള്ളത്, എന്നാൽ അതിനേക്കാൾ വളരെ ഭീകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാടശേഖരങ്ങളിൽ കൊയ്ത്തിനും അതുപോലെ ഉഴവിനുമായിട്ട് ഉപയോഗിക്കുന്ന വലിയ ഭീമാകാരമായിട്ടുള്ള ട്രാക്ടറുകൾ, ഹാർവസ്റ്ററുകൾ, ഇതൊക്കെ ഇത്തരം വലിയ യന്ത്രങ്ങളും ഇതൊക്കെ കിലോമീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പുകളിലേക്ക് ഓടിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഈ പൊട്ടക്കുണാപ്പന്മാരിന്ന് മനസ്സിലാക്കുന്നത്. കൊയ്ത്ത് കാലത്ത് യന്ത്രങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം കന്നാസുകളിൽ എത്തിക്കാൻ അനുവാദമില്ല. ഇന്ന് കന്നാസ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൂടെ. നെൽപ്പാടങ്ങളിലെ ജോലികൾ പാതി വഴിയിൽ നിലച്ചു കിടക്കുകയാണ്. കാർഷിക മേഖല എന്തൊക്കെയോ അങ്ങ് കൊമ്പത്ത് കയറ്റുമെന്നാണ് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ കേന്ദ്ര സർക്കാരാണ് അതിലുള്ള ചെറ്റത്തരം കാണിച്ചിട്ടുള്ളത്. കഷ്ടപ്പെട്ട് വിളയിച്ച നെല്ല് കൊയ്യാൻ കഴിയാതെ പാടത്ത് കിടന്ന് നശിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു കർഷകന്റെ നെഞ്ചിലെ തീ കാണാൻ ഈ മോദി ഭരണകൂടത്തിന് കണ്ണു തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ആ കസേര കയറി കുത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. ഈ വിനോദസഞ്ചാരികളെ കാത്തു കിടക്കുന്ന ഹൗസ് ബോട്ടുകൾ, ശിക്കാര വള്ളങ്ങൾ, ഇതിനൊക്കെ ഇന്ധനം ലഭിക്കാത്ത അവസ്ഥ വന്നതോടെ കേരളത്തിന്റെ അഭിമാനമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ടൂറിസം മേഖല പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അത് സാധാരണക്കാരായ തൊഴിലാളികളെയും കർഷകരെയും മറ്റുള്ളവരെയും ഒക്കെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നോ അവർക്ക് ലഭ്യമാകേണ്ട ബദൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നോ ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും കേന്ദ്ര ഭരണാധികാരികൾ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് അവർ കാർഡ് സിസ്റ്റമോ മറ്റെന്തെങ്കിലും കൊടുക്കുക, അവർക്ക് മാത്രം കന്നാസിലോ ചാക്കിലോ ഇനി പെട്രോൾ കൊടുക്കാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലജ്ജാകരമെന്നേ പറയാനുള്ളൂ. മുന്നിൽ നോക്കാതെ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോ പെട്ടെന്ന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുകയും നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കുകയും ചെയ്ത നോട്ട് നിരോധനം നമുക്കറിയാലോ. തികച്ചും അന്തവും കുന്തവും ഇല്ലാത്ത തുഗ്ലക് നയങ്ങളാണ് ഈ ഇന്ധന മേഖലയിലും സർക്കാർ ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ബലിയാടാക്കുന്ന ഇത്തരം കിരാത നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യത്തിന് ശാപമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിന് ശാപമാണ്. ഇതിനെല്ലാം കൂടെ മകുടം ചാർത്തിക്കൊണ്ടാണ് E20, E85 ഒക്കെ പുതിയ നയങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ, പരിസ്ഥിതി സൗഹൃദം എന്നൊക്കെയാ പറയുന്നത്. പൊള്ളയായിട്ടുള്ള ലേബൽ ഇട്ടിച്ചിട്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ ഒന്നും നടത്താതെ എഥനോൾ അമിതമായി ചേർത്തിട്ടുള്ള E20 പെട്രോൾ സാധാരണക്കാരുടെ വാഹനങ്ങളെ എഞ്ചിന് വ്യാപകമായിട്ട് കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്കറിയാം, ഇത് 10,000-15,000 കിലോമീറ്റർ മാത്രം പോകുന്ന വാഹനങ്ങൾ വഴി കിടക്കുന്നത്, പല വാഹനങ്ങളും കത്തിപ്പോകുന്നത്, പലരും വെന്ത് മരിക്കുന്നത്, ചാരമായി പോണത്. വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനങ്ങൾ പെട്ടെന്ന് കട്ടപ്പുറത്താകുന്നത് കണ്ട് ജനങ്ങൾ നിസ്സഹായരെ നിൽക്കുകയാണ്. അതിലുപരി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഒരു തരത്തിലുള്ള മുൻകരുതലുകളും ഉറപ്പാക്കാതെയുള്ള ഇത്തരത്തിലുള്ള ഈ ഇന്ധന പരിഷ്കാരം കാരണം റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾ, യാത്രക്കാർ ഉൾപ്പെടെ പെട്ടെന്ന് തീപിടിച്ച് കത്തിയമരുന്ന ഭീതിതവും ദാരുണവുമായിട്ടുള്ള സാഹചര്യമാണ് രാജ്യത്തുടനീളം നിലനിൽക്കുന്നത്. സാധാരണക്കാരന്റെ ജീവന് പുല്ലുപല പോലും നൽകാത്ത ഈ സർക്കാർ മനുഷ്യരെ ജീവനോടെ ചൊട്ടുകൊല്ലുന്ന നയങ്ങളാണോ നടപ്പിലാക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കർഷകന്റെയും തൊഴിലാളികളുടെയും അന്നത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരം കിരാത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ മാത്രം കേന്ദ്ര ഭരണകൂടത്തിന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ തലച്ചോറ് നിർമ്മിക്കുന്നത്, ആ ഭരണാധികാരികളുടെ തലച്ചോറ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്
പൊതുസമൂഹം ഒരേ ഒറ്റ സ്വരത്തിൽ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ, അവരെ ദ്രോഹിക്കാൻ, അതിന് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭരണകൂടം ജനങ്ങളുടെ ക്ഷമ വെറുതെ പരീക്ഷിക്കുകയാണ്. ഇന്ധന വിതരണത്തിൽ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിയന്ത്രണങ്ങളും ജനങ്ങളുടെ ജീവനെടുക്കുന്ന അപകടകരമായിട്ടുള്ള പെട്രോൾ നയങ്ങളുമൊക്കെ അടിയന്തരമായി പിൻവലിക്കാൻ ഈ സർക്കാർ തയ്യാറാകണം. Different angles. Don't forget to subscribe and support this channel.